നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ അവതരിപ്പിക്കുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ എന്നതാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്ന പ്രതിപാദിക്കുന്ന നാളത്തെ ദിനം 1201 കുംഭമാസം 27-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 11-ാം തീയതി ബുധവാരം. നാളെ ബുധനാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ 6:39, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയം. ബുധനാഴ്ച പ്രായേണ സ്ത്രീകളും ഗർഭിണികളും സഞ്ചരിക്കാത്ത ദിനമാണ്. അപ്രകാരം നാൽക്കാലികളും, പഴയ കാലത്ത് നാൽക്കാലികളായിരുന്നു വലിയ സമ്പത്ത്. ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും നാൽക്കാലികളും ഗർഭിണികളും സ്ത്രീകളും സഞ്ചരിക്കാത്ത ദിനങ്ങളാണെന്ന് അറിയുക. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ്. കറുത്തപക്ഷത്തിലെ 8ാമത്തെ തിഥിക്കാണ് അഷ്ടമി എന്ന് പറയുക. വളരെ ദുർബലമായ തിഥിയാണ് അഷ്ടമി തിഥി. അത് വെളുത്തപക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും. പക്ഷേ കറുത്തപക്ഷത്തിലെ അഷ്ടമി ശ്രീകൃഷ്ണൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കറുത്തപക്ഷത്തിലെ അഷ്ടമിയിൽ രോഹിണി നാളിലാണ് ഭഗവാൻ കൃഷ്ണൻ ഭൂജാതനായത്. അതിനാൽ നാളത്തെ കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് ഏറ്റവും നല്ല ദിനമാണ്. പക്ഷേ നാളത്തെ നക്ഷത്രം വളരെ ദുർബലമായ ഒരു ശുഭകാര്യത്തിനും നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രമാകുന്നു. ജ്യേഷ്ഠ എന്നാണ് സംസ്കൃതത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിന് പറയുക. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ 7 നാൾ വിതക്കിൽ വെളിയാ ഭൂമോ യാത്ര പോകിലവൻ വര എന്നാണ് പ്രമാണം. യമൻ എന്നാൽ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം. മുപ്പൂരം, പൂരം പൂരാടം പുരൂരുട്ടാതി, ജ്യേഷ്ഠ, തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ യാത്രയ്ക്കോ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാണെന്നറിയണം. അതിനാൽ ശുഭകാര്യങ്ങൾക്ക് നാം ഈ നക്ഷത്രത്തെ സ്വീകരിക്കാറില്ല. അതിനാൽ നാളത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. തൃക്കേട്ട നക്ഷത്രം, കറുത്തപക്ഷത്തിലെ ദുർബലമായ അഷ്ടമി തിഥി. ഒരു ശുഭകാര്യങ്ങൾക്ക് ഒരു മുഹൂർത്തവും നാളെ ഡോക്ടർ മഹാരാജ് നിങ്ങൾക്ക് നൽകുന്നു. അത് യാത്രയായാലും മറ്റ് ശുഭകാര്യങ്ങളായാലും. നാളത്തെ ദിനത്തിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോവുക. നാളെ ബുധനാഴ്ചയാണ്. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായ അവതാര ദൈവങ്ങളെ ചിന്തിക്കേണ്ടുന്ന ദിനമാണ് ബുധനാഴ്ച. അതിനാൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നന്നായി പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന ചെയ്യുന്നത് വളരെയധികം അനുകൂലമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെന്നറിയുക. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ ഇതാകുന്നു നിങ്ങളുടെ പ്രാർത്ഥന. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ. അങ്ങേറ്റൊരു കരുത്ത് പ്രദാനം ചെയ്യും നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഉത്സാഹം. അതിനാൽ നാളത്തെ ദിനം ക്ഷേത്ര ദർശനത്തിലും വഴിപാടുകളിലും പ്രാർത്ഥനകളിലും മുഴുകുക. നന്ദി, നമസ്തേ.